വിജയത്തിന്റെ രഹസ്യം എന്താണ്? വിജയത്തിന്റെ രഹസ്യം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിൽ ജീവിച്ചു തുടങ്ങുക. അതായത് നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതലായി ചിന്തിക്കുന്നതിന് പകരം ആ വിഷയം നിങ്ങൾക്ക് ഇതിനോടകം നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുക അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. അതായത് നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് പ്ലാൻ ചെയ്തിരിക്കാതെ ആ ബിസിനസ്സിലോട്ട് പതിയെ ഇറങ്ങുമ്പോൾ അതിനുവേണ്ട അവസരങ്ങൾ നമ്മുടെ മുന്നിൽ ലഭിക്കാറില്ലേ? അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ആക്ടിവിറ്റി, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ നമ്മൾ മാറ്റി തുടങ്ങും. സോ നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റി തുടങ്ങുക. നിങ്ങളൊരു ധനികനാവണം, നിങ്ങൾ ഒരു വളർച്ചയിൽ എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാവണം, ഒരു പ്രഗത്ഭനാവണം, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആ ജീവിതത്തിൽ ജീവിച്ചു തുടങ്ങുക. ലേശം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് നന്നായി അറിയാം. അതായത് നമ്മളുടെ അടുത്ത് ഇല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ ഉണ്ടെന്ന രീതിയിൽ നമ്മൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവിടെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ അടുത്ത് ഇല്ലാത്ത കാര്യങ്ങളെ നമ്മൾ വീണ്ടും പറയുമ്പോൾ വീണ്ടും ഇല്ലായ്മയിലോട്ട് പോകുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ? പക്ഷേ നമ്മളുടെ അടുത്ത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ അടുത്ത് ഇല്ലാത്തൊരു കാര്യം നമ്മൾ ഇല്ല എന്ന് പറയുന്നതിന് പകരം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അതിനുവേണ്ടി ആക്ടിവിറ്റീസ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ, അതിനുവേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞാൽ വൺ ഡേ ആ ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതായത് നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മളിൽ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. നമുക്ക് ആരാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മൾ ഇതിനോടകം അതിന് തയ്യാറാണെന്നുള്ള രീതിയിൽ നമ്മൾ അതായി തീരും എന്നതിന് പകരം ഞാൻ ഇതിനോടകം തന്നെ അതായി തീർന്നിരിക്കുന്നു എന്നുള്ളൊരു ബിലീവ് നമ്മൾ അവിടെ കൊണ്ടുവരിക. ഇങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കേണ്ടത്. അല്ലാതെ ലഭിക്കുമ്പോൾ ലഭിക്കട്ടെ, കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് കരുതിയിരുന്നാൽ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള ലെവലിലോട്ട് പോകും. സോ അതിന് പകരം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണോ ഫ്യൂച്ചറിൽ വേണ്ടത് അവ നിങ്ങളുടെ കൈവശം ഇതിനോടകം ഉണ്ട്. നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റിൽ, ആ ഒരു തോട്ടിൽ, ആ ഒരു ഒരു ആക്ടിവിറ്റീസിൽ ജീവിക്കുന്ന ഒരു പേഴ്സണായിട്ട് നിങ്ങളൊന്ന് ജീവിച്ചു നോക്കൂ. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എളുപ്പത്തിൽ നേടുവാൻ സാധിക്കും. എൻ്റെ എക്സ്പീരിയൻസിനാണ് പറയുന്നത്. എന്നെ പലരും കളിയാക്കിയിട്ടുള്ളൊരു വിഷയമാണ്, നിന്റെ ഇല്ല എന്നിട്ടും നീ എന്തിന് ഒരു അഹങ്കാരം, പൊങ്ങച്ചം എന്നുള്ളൊരു കോൺസെപ്റ്റ്. സത്യത്തിൽ അത് അഹങ്കാരമോ പൊങ്ങച്ചമോ അല്ല. നമുക്ക് നേടിയെടുക്കേണ്ട വിഷയം നമ്മളിൽ ഉണ്ടെന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുമ്പോഴാണ് നാം അതിനു വേണ്ടി പ്രവർത്തിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ അതില്ല എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ പ്രവർത്തിക്കാതിരിക്കുക മാത്രമാണ് ചെയ്യുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ അത് ഇതിനോടകം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യുക, എങ്ങനെയാണോ എക്സ്പീരിയൻസ് ചെയ്യുക, അതുപോലെ എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുക. വൺ ഡേ ഡയറക്റ്റ്ലി അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ദൂരം എന്ന് പറയുന്നത് വിദൂരമല്ല. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.